ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ, ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ, ഓടി മറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ഓടി മറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓടിടുന്നു തവ സാന്നിധ്യം. ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓടിടുന്നു തവ സാന്നിധ്യം. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, വന്ന വഴികൾ ഒരു ദിനം കൂടെ ഒരുക്കിയതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. നല്ലൊരു വ്യാഴാഴ്ച പകലിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ, ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയല്ലോ. അത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോക സംഭവങ്ങൾ യേശുപ്പച്ചൻ്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവസഭ തയ്യാറാകട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും ആമേ കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവസന്നിധിയിൽ കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ കേൾക്കുന്ന എല്ലാവരും വിദേശത്തും സ്വദേശത്തും ആമേനൊക്കെ ആയിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരാമല്ലോ. ആമേ 47-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇന്ന് പകൽക്കാലം ചിന്തിക്കുന്നു. 47-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയുന്നു: സകല ജാതികളുമായുള്ളവരെ കൈ കൊട്ടുവീൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർപ്പിടുവീൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ്. നമ്മുടെ ചിന്താവിഷയം ദൈവസന്നിധിയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ദൈവജനം എങ്ങനെ ആയിരിക്കണം? എന്താണ് ദൈവസന്നിധിയിൽ ദൈവജനം ചെയ്യേണ്ടത്? എന്താ ആമേൻ സ്തോത്രം ദൈവത്തോട് ആമേൻ ദൈവജനം ദൈവത്തിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഇന്ന് പകൽക്കാലം ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആമേൻ ദൈവസന്നിധിയിൽ ആർപ്പിടുവീൻ. ആമേൻ. ഏതെല്ലാം വ്യക്തികൾ ഏതെല്ലാം തലത്തിൽ ദൈവത്തോട് നിലവിളിച്ചിട്ടുണ്ടോ ആ നിലവിളി കേട്ട് ദൈവം മറുപടി തരുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും ആമേൻ സ്തോത്രം അതിൻ്റെതായ നിലയിൽ കർത്താവിൻ്റെ മഹത്വത്തോട് ആമേൻ ദൈവസന്നിധിയിൽ
ചെന്നെത്തുവാൻ പലപ്പോഴും വൈകിപ്പോകാറുണ്ട്. പക്ഷെ ഇന്ന് പകലിൽ പരിശുദ്ധനായ ദൈവം ശക്തമായി വിളിച്ചു പറയുന്നത്, ആമേൻ, നീ ദൈവസന്നിധിയിൽ ആമേൻ പാടുവാനും പ്രാർത്ഥിക്കുവാനും വചനം ധ്യാനിപ്പാനും ആമേൻ വായി തുറന്നാൽ അതിനെ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. കേട്ടോ, ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം ആമേൻ 55-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ചിന്തിക്കുമ്പോൾ, നിങ്ങൾ സമാധാനത്തോടെ പുറപ്പെടും. ഹല്ലേലൂയ. സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. മലകളും കുന്നുകളും നിങ്ങളുടെ മുൻപിൽ പൊട്ടിയാർക്കും. ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവകുഞ്ഞേ, നിനക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ, അഥവാ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആമേൻ ആയിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ ആമേൻ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ആമേൻ. എന്താണ് യെശയ്യാവ് പറയുന്നത്? 11-ാമത്തെ വാക്യം എന്താ പറയുന്നത്? എൻ്റെ വായിൽ നിന്ന്. ആരുടെ വായി? ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ദൈവകുഞ്ഞെ, ദൈവസന്നിധിയിൽ ആർപ്പിടുന്ന, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ കരയുന്ന അതേ വിഷയത്തിന് ഈ പകലിൽ വിടുതലുണ്ട്. വിടുതലില്ലാത്ത ഒരു വിഷയവും ദൈവസന്നിധിയിലില്ല. സ്തോത്രം. ആമേൻ. അപ്പൊ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം ആമേൻ അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് വരില്ല. അപ്പൊ ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ കരയുന്ന, ദൈവസന്നിധിയിൽ ഉപവസിക്കുന്ന ദൈവകുഞ്ഞെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടും ആരാധനയോടും ഉപവാസത്തോടും ആത്മധമനത്തോടും പ്രതിഷ്ഠയോടും ആമേൻ ഒരു ആത്മീക വാഞ്ചയോടും പ്രാർത്ഥിക്കുന്ന, അതെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിനെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ആമേൻ. എല്ലായ്പ്പോഴും പ്രയാസങ്ങളില്ല, എല്ലായ്പ്പോഴും പ്രശ്നങ്ങളില്ല, എല്ലായ്പ്പോഴും പരിമിതികളില്ല. അതിനപ്പുറം നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സ്വർഗം ഇന്ന് പകൽക്കാലമുണ്ട്. ആമേൻ. അതാ ഇവിടെ വായിച്ചത്, സകല ജാതികളുമായുള്ളവരെ ആമേൻ കൈകൊട്ടുവീൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർപ്പിടുവീൻ. അപ്പോൾ ദൈവസന്നിധിയിൽ ആർപ്പിടുന്ന അബ്രഹാമിൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ, അബ്രഹാം ദൈവസന്നിധിയിൽ കരഞ്ഞു. ആമേൻ. 75 വയസ്സായപ്പോൾ അബ്രഹാമിന് ദൈവശബ്ദം കേട്ടു, ഞാൻ നിനക്കൊരു തലമുറയെ തരും. വിട്ടില്ല, പ്രാർത്ഥിച്ചു. 25 വർഷം കാത്തിരുന്നു. 100-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് തലമുറയെ കൊടുത്തു. വാഴ്ത്തത്തെ നിവർത്തീകരിച്ചു. ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ കരയുന്ന, പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ആമേൻ ദൈവഭക്തന്മാരോ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ വാഴ്ത്തത്തിന് വേണ്ടി ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അതിൻ്റെ കാര്യം സാധിക്കാതെ തിരിച്ച് അയച്ചവൻ്റെ അടുക്കൽ വരത്തില്ല. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയം, രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. അയച്ചവൻ്റെ അടുക്കലേക്ക് പ്രിയപ്പെട്ടവരെ, ആമേൻ, സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യവും, നഹൂം പ്രവാചകന്റെ പുസ്തകം 3-19, സങ്കീർത്തനങ്ങൾ 95-1, ആമേൻ, 1 ശമൂവേലിന്റെ പുസ്തകം 10-24, ആമേൻ, സങ്കീർത്തനങ്ങൾ 66-3 മുതൽ 5 വരെയും, ആമേൻ, 68-35, ആവർത്തന പുസ്തകം 7-21, ആമേൻ, നെഹമ്യാവിൻ്റെ പുസ്തകം 1-5, മലാക്കി 1-14 ചേർത്ത് പഠിക്കുമ്പോൾ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ഇടപെടുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പൊ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം, നിയോഗപ്രകാരം പുറപ്പെടുന്ന വചനങ്ങൾ ഇന്ന് പകൽക്കാലം നിറവേറാൻ പോകുക. ദൈവമേ, നീ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കേട്ടോ. അബ്രഹാം 25 വർഷം കാത്തിരുന്നു. അബ്രഹാം 25 വർഷം കാത്തിരുന്നു. യോസേപ്പ് തൻ്റെ വാഴ്ത്തത്തെ കസേരയിലേക്ക് വരാൻ ചില വർഷങ്ങൾ കാത്തിരുന്നു. ഹല്ലേലൂയ. ദീർഘമായ ചില വർഷങ്ങൾ.
ദീർഘമായ ചില വർഷങ്ങൾ തൻ്റെ യൗവനകാലത്ത് ആമേ കണ്ട ദർശനം അത് നിവർത്തിക്കണം. ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചത് അത് നിവർത്തിക്കാതെ പോകത്തില്ല. പ്രശ്നങ്ങളുണ്ടാകും, കഷ്ടതകളുണ്ടാകും, ഞെരുക്കമുണ്ടാകും. പതറിപ്പോകരുത്. എല്ലാവരും കൈവിടും, ഒറ്റപ്പെടുത്തും. ആരും ഒരു കൈ സഹായിക്കാൻ കഴിയാതെ മാറി നിൽക്കും. നിന്നെ പരിഹസിക്കും. നീ ഒന്നുമില്ലാത്തവനെന്ന് മുദ്ര കുത്തും. നീ ദരിദ്രവാസി എന്നെല്ലാവരും പറയും. ആമേൻ. നിന്റെ മരണത്തിനായി പലരും കൊതിക്കും. ആമേൻ. നിന്റെ തകർച്ചയ്ക്കായി പലരും ആഗ്രഹിക്കും. ആമേൻ. അതിനുവേണ്ടി പ്രത്യേകിച്ച് നോയമ്പുകൾ നോക്കും. നിന്നെ പരാജയം കണ്ട് ആമേൻ അല്ലാതെ അവസാനിക്കില്ല എന്ന് മനസ്സിലായി ഉപവസിക്കും. ആമേൻ. ഇല്ല, അതിലൊന്നും വിട്ടുകൊടുക്കാതെ ദൈവം നിന്നിൽ നിക്ഷിപ്തമാക്കി വച്ചിരിക്കുന്ന കർത്താവിൻ്റെ കമനീയ ശുശ്രൂഷ, തേജസ്സേറിയവൻ്റെ ശുശ്രൂഷ അത് നിവർത്തിക്കാതെ കർത്താവ് ആമേൻ അടങ്ങിയിരിക്കുന്ന ദൈവമല്ല. അതാ ഇവിടെ പറഞ്ഞത്. ആമേൻ. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം അത് എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരണമെങ്കിൽ കാര്യം സാധിക്കണം. ആമേൻ. അപ്പം എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിക്കാതെ ഒരിക്കലും തിരിച്ചു വരില്ല, അത് സാധിപ്പിക്കുകയും ചെയ്യും. അതാണ് ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നത്. ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് വരുവാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് വരും നിശ്ചയം, അതിനായി കാത്തിരിക്കുക. അടുത്ത് പറയുന്നത് താമസിച്ചാലും വരും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ദൈവസന്നിധിയിൽ എന്ന വിഷയത്തിൽ ഞങ്ങൾ കർത്താവേ ഞങ്ങളുടെ സന്നിധിയിൽ കടന്നു വന്നു. ഞങ്ങളുടെ വാഴ്ത്തകൾ നിവർത്തീകരിക്കട്ടെ. ഞങ്ങളുടെ മേൽ കർത്താവേ ഇടപെടാതെ പോരാടുന്ന പോരാട്ടങ്ങൾ ആമേൻ അഴിഞ്ഞു മാറട്ടെ. പ്രതികൂലങ്ങളെ കർത്താവ് ശാസിക്കണം. ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണമേ. കർത്താവെ വഴികൾ തുറക്കണം, ജനത്തെ മാനിക്കണം, നിന്ദകളും ഞെരുക്കങ്ങളും മാറ്റണം. കർത്താവ് വലിയതും വിശാലമായ വാതിൽ തുറക്കണമേ. അത്ഭുതങ്ങളെ ചെയ്യണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.